ആണ് നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് UDFിൻ്റെ പ്രമുഖ നേതാക്കളായിട്ടുള്ള AK നാസർ മാസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ്, KPCCയുടെ ബഹുമാന്യനായ സെക്രട്ടറി ശ്രീ ബാബുരാജ്, മണ്ഡലം UDFിൻ്റെ കൺവീനർ അഡ്വക്കേറ്റ് S. അബ്ദുസ്സലാം, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഭിവന്ദനായ പ്രസിഡന്റ് ശ്രീ AK മുസ്തഫ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആനന്ദൻ, മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം ട്രഷറർ ഷൗക്കത്ത് നാലകത്ത്, പിന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ, യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് സിദ്ദീഖ് വാഫി, അതുപോലെ തന്നെ നമ്മുടെ ഭാരവാഹികളായിട്ടുള്ള അസീസ് കൊളക്കാട്, അതുപോലെ ഷിബു ചെറിയാൻ, ഉസ്മാൻ തെക്കത്ത് എന്നിവരാണ്. മുസമ്മിൽ ഖാൻ എന്നീ ഭാരവാഹികളുമാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ പെരിന്തൽമണ്ണയോട് ബന്ധിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചാൽ ബോധ്യമാകുന്ന ഒരു കാര്യം, കേരളത്തിൽ ഉടനീളം ഒരു ഗ്രാമം പോലും ഒഴിയാതെ നടന്ന ഒരു കോടികളുടെ സ്കാമാണ്, ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്. സാധാരണ മനുഷ്യരുടെ മുഴുവൻ കീശയിൽ നിന്നും പണം അടിച്ചോണ്ടുപോയ ഒരു വലിയ തോതിലുള്ള തട്ടിപ്പാണ് നടന്നത്. ആ തട്ടിപ്പിന് ആദ്യമായി കബളിപ്പിക്കപ്പെട്ടതും പണം നഷ്ടപ്പെട്ടതും ആരാണ്? എന്താണ് ഈ ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി, എന്താണ് ഈ ക്രൈമിൻ്റെ സ്വഭാവം എന്നുള്ളത് പരിശോധിക്കാതെ, ഈ ക്രൈമിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ തേടി ഇനിയും ശക്തമായി സർക്കാർ നിലപാടെടുക്കാതെ യഥാർത്ഥത്തിൽ ഇതിൽ ഇരകളായ NGOകളെ തേടി പോകുന്നു എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമുണ്ട്, ഈ നാട്ടിൽ ഒരുപാട് NGOകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ കേവലം കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകമാകമാനം NGO വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ്റിന് ചെയ്യാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസിയാണത്. അങ്ങനെയുള്ള ഒരു ഏജൻസിയെ കേരളത്തിൽ ഉടനീളം കബളിപ്പിക്കാൻ ഒരു വലിയ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നത് ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ പരാജയമാണ്, ഇവിടെ നടന്ന ഭരണ സംവിധാനത്തിൻ്റെ തോൽവിയാണ്, അല്ലെങ്കിൽ അവർ അത് മറച്ചു വച്ചതാണ്. ആർക്കോ വേണ്ടി ഗവൺമെൻറ് ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. ഈ ക്രൈമിൻ്റെ യഥാർത്ഥ കാര്യം എന്താണ്? ഇപ്പം ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് ലാപ്ടോപ്പ് ആവട്ടെ, സ്കൂട്ടർ ആവട്ടെ, മറ്റേതെങ്കിലും ആനുകൂല്യമാവട്ടെ, ഈ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് നേരിട്ട് അവരെ അപേക്ഷിക്കാനുള്ള വഴിയില്ല. അവരൊരു സൊസൈറ്റി വഴി മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അവരൊരു സന്നദ്ധ സംഘടന, നാട്ടിലൊരു ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ ബാനറിലാണ് അവരെല്ലാം നൽകിയത്. അപ്പോൾ ഈ പണം കൊടുത്ത് വഞ്ചിതരായവരെ പോലെ തന്നെ വഞ്ചിതരായ ആളുകളാണ് ഈ നാട്ടിലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾ. എന്നാൽ ഇന്ന് ഗവൺമെൻറ് പണം അടിച്ചോണ്ട് പോയ ആളുകൾക്ക് പിറകെയല്ല പോകുന്നത്. അതിൽ ഒരു അനന്തു മാത്രമാണ്, അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന അനന്തു മാത്രമാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ കേസെടുത്തുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഈ പണം നഷ്ടപ്പെട്ട, പണം കൊള്ളയടിക്കപ്പെട്ട, വഞ്ചിക്കപ്പെട്ട NGOകൾക്കെതിരെ കേസെടുക്കുന്നു. എനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിൻ്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ വെറുതെ വിട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ ക്രൈമിനെ വഴിതിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ക്രൈം നടന്നാൽ, ഇവിടെ വക്കീൽമാർ ഒരുപാട് ഇരിക്കുന്നുണ്ട്, ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ഇൻറ്റൻഷനാണ് ഏറ്റവും പ്രധാനം. ഇതിൽ NGOകളുടെ ഇൻറ്റൻഷൻ എന്താണ്? NGOകളുടെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ്. അവർ ഈ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യാം. ഇപ്പോൾ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു, സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു. അവരുടെ എല്ലാ ഉത്തരവാദിത്തം എന്താണ്? നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്
ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വലിയ നാഷണൽ വൈഡ് ആയിട്ടുള്ള നാഷണൽ NGO കോൺഫെഡറേഷൻ വരുന്നതായി നമ്മൾ അറിയുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഷോ ചെയ്യാണ്. ഈ വീഡിയോ 2023 ഓഗസ്റ്റ് 20 ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ്. ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പാതി വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമാണ്. തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ്. ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത്. പിന്നെ അദ്ദേഹം പറയാണ്, ഇന്നലെ വരെ ചിന്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ്. ആരാ പറയുന്നത്? ശ്രീ ശിവൻകുട്ടി മന്ത്രി. ഇനി പറയുന്നതാണ് പ്രധാനം. ഏതൊരു സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത്. നമ്മുടെ സംഘടനക്ക്, അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു, വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണുള്ളത്. എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ അനന്തു എനിക്ക് നല്ലവണ്ണം ബന്ധമുള്ള കക്ഷിയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ്, ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനയ്ക്ക് ഉണ്ടാവില്ല. അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് എൻ്റെ എല്ലാവിധ പിന്തുണയും, മാത്രമല്ല ഈ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സംഘടനയ്ക്കുണ്ടാവുമെന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു MLA എന്ന നിലയിൽ ഞങ്ങളുടെ NGO അല്ലെങ്കിൽ അതുപോലെയുള്ള 100 കണക്കിന് NGOകൾ ഇതിൽ അംഗമാകുന്നത് 2024 ഞങ്ങൾ അംഗമാകുകയല്ല, ഞങ്ങൾ ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്ക് കേട്ടിട്ടാണ്? നമ്മുടെ കേരള ഗവൺമെൻറ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ NGO കോൺഫെഡറേഷൻ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റിവരക്കാൻ മാത്രം വിപുലമായി വലുതാകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിസഭയിലെ അംഗം സാക്ഷ്യപ്പെടുത്തിയ ശേഷം 1 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന നൽകുന്ന ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത്. ഞങ്ങളാണോ കുറ്റവാളി? അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് നയിച്ച മന്ത്രിയാണോ കുറ്റവാളി? ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത്? അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ കേസെടുക്കേണ്ടത്? ഈ നാട്ടിലെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത്? ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി, ഞങ്ങളും അപേക്ഷ നൽകി. ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ കേരളക്കരയാകെ അവർ വിതരണം നടത്തിയിരുന്നു. ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ 234 ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ അവർ തന്നു, വിതരണം ചെയ്തു. 19 സ്കൂട്ടറുകൾ അവർ തന്നു, വിതരണം ചെയ്തു. പാവപ്പെട്ട 380 വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി. ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത്. ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇൻറ്റൻഷനാണ് ഇതിലുള്ളത്? അത് കഴിഞ്ഞ് ജൈവ വളം വന്നു, 182 കർഷകർക്ക് കൊടുത്തു. അതുപോലെ തന്നെ 760 തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെൻറ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. അത് സ്ത്രീകൾക്കിടയിലുണ്ട്, കുട്ടികൾക്കിടയിലുണ്ട്, വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്,
യുവജനങ്ങളുടെ ഇപ്പോൾ ഈ 15-നും 16-നും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവരിൽ നിന്ന് കയ്യിൽ കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവിശ്വസിക്കാൻ കഴിയുമോ? അത് കഴിഞ്ഞ് 300ഓളം അപേക്ഷകൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുന്നത്. ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. 40 ദിവസമാണ് ഞങ്ങളോട് പറഞ്ഞത്. 4 മാസമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ പരമാവധി കാലാവധി. അത് ഞങ്ങൾ നൽകിയ പരസ്യങ്ങളിലൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 4 മാസത്തിനകമാണ് ഇത് കിട്ടുക എന്നുള്ളത്. 4 മാസം ഞങ്ങൾ കാത്തു നിന്നു. 4 മാസം കഴിഞ്ഞിട്ട് ഇത് കിട്ടാതെ വന്നപ്പോൾ നിരന്തരമായി ഞങ്ങൾ ഇതിൻ്റെ സെക്രട്ടറിയായ അനന്തകൃഷ്ണനെതിരെ അനന്തകൃഷ്ണനോട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇപ്പം കിട്ടും എന്നുള്ള നിലയിൽ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇങ്ങനെ കിട്ടാതെ പോയ സന്ദർഭത്തിൽ ഞങ്ങൾ സ്വാഭാവികമായിട്ടും അവർ നൽകുന്ന വിവരം മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങളുടെ കയ്യിൽ വേറൊരു വിവരവുമില്ല. അവർ നൽകുന്ന വിവരം ഈ പണം അടച്ച ആളുകൾക്ക് അപ്പപ്പോൾ തന്നെ ഞങ്ങൾ നൽകി. അതും കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കിട്ടാതായ സന്ദർഭം വന്നപ്പോൾ ഞങ്ങളൊരു ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എൻ്റെ ഓഫീസ് സെക്രട്ടറിയായ ഫസൽ നേരിട്ട് കൊച്ചിയിൽ പോയി അദ്ദേഹത്തെ കണ്ടില്ല, തിരിച്ചു പോന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് അറസ്റ്റിലാവുന്ന വിവരം അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ കുറ്റവാളികൾ ഇത് തട്ടിപ്പ് നടത്തിയവരല്ലേ? ഈ തട്ടിപ്പൊന്നും അറിയാതെ ബഹുമാന്യനായ മന്ത്രി ഇത്രയേറെ പറഞ്ഞിട്ടും ഈ തട്ടിപ്പിന് വിധേയരായ ഇരയായവരെ തേടി നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇതിൽ ഒരുപാട് MLA-മാർ ഇതിൻ്റെ ഭാഗവാക്കായിട്ടുണ്ട്. എന്തേ അവർക്കെതിരെ കേസില്ലാത്തത്? ഇതിൽ ഭാഗവാക്കാവുന്നവരും ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2 പോയിന്റ് കൂടി ഞാൻ പറയാം. ഒന്ന്, എനിക്ക് എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾ, ഒരു MLA എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ ഒരു സൗകര്യം ഇതാ ജനങ്ങളെ ഉണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടാണോ തട്ടിപ്പ് നടത്തുക? എൻ്റെ ഓഫീസിലേക്ക് ആളുകളെ നേരെ ക്ഷണിച്ചു വരുത്തി ഇവിടെ അപേക്ഷ കൊടുക്കൂ എന്നൊരു തട്ടിപ്പിന് ഒരു MLA നേതൃത്വം നൽകുക. അപ്പോൾ ഒരാളെ തട്ടിപ്പുകാരനാക്കാൻ എന്ത് എളുപ്പമാണ്, എന്തൊരു ക്രൂരതയാണിത്. ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഒരുപാട് CPIM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇപ്പോൾ നമ്മുടെ നേരെ തൊട്ടടുത്ത് ഒറ്റപ്പാലത്ത് ശ്രീ പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ അവിടെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ആ 2 സൊസൈറ്റികളും CPIM-ൻ്റെ സൊസൈറ്റിയാണല്ലോ. അപ്പോൾ ഇന്നലെ എൻ്റെ ഓഫീസിലേക്ക് കരിയോയിൽ അയക്കാൻ വന്നു. എന്തൊക്കെയാണ് ചെയ്തത്? എന്തൊക്കെ മുദ്രാവാക്യങ്ങളാണ് വിളിച്ചത്? വലിയ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന DYFIയുടെ ഒരു ജാഥയിൽ എന്നെ ബോഡി ഷെയിം ചെയ്തു, എൻ്റെ ഓഫീസ് ആക്രമിച്ചു, എൻ്റെ ഓഫീസിന് നേരെ കരിയോയിൽ ഒഴിച്ചു. ആരാ ഒഴിച്ചതിൽ ഒരാളിതാ ലാപ്ടോപ്പ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇത് പെരിന്തൽമണ്ണയിലുള്ള ആളാണ്, വെട്ടത്തൂർ പഞ്ചായത്തിലെ മണ്ണാർമലയിലുള്ള ആളാണ്. ഇയാളാണ് കരിയോല വയ്ക്കാൻ വന്നത്. ഇയാൾക്കും കിട്ടാനുണ്ട് ലാപ്ടോപ്പ്. അപ്പോൾ ഇയാളെ വീട്ടിലേക്ക് ആരാ കരിയോലുമായിട്ട് പോവുക? ഞാൻ പറയുന്നത്, ഞങ്ങൾ ഈ പറഞ്ഞ മന്ത്രിമാരോ MLA-മാരോ CPM-ൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ പഞ്ചായത്ത് മെമ്പർമാരോ ബോധപൂർവം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന അഭിപ്രായം എനിക്കില്ല. ഈ പത്രസമ്മേളനം ഞാൻ വിളിക്കുന്നത് ഇതിൽ ഇരയാക്കപ്പെട്ട പൊതുപ്രവർത്തകർക്ക് വേണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള പൊതുപ്രവർത്തകന്മാർ ഞങ്ങളുടെ മണ്ഡലത്തിലുമുണ്ട്. ഞങ്ങളെ NGO വഴിയല്ല, അവർ സ്വന്തമായി NGO ഉള്ളവരാണ്. ഈ സാധാരണക്കാരായ ഈ പൊതുപ്രവർത്തകന്മാർ മുഴുവനും ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, പോലീസ് വണ്ടിക്ക് ഡീസൽ അടിക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ നിന്ന് പോകുന്ന ഒരു കാലത്ത്, ഒരു നക്കാപ്പിച്ചയുടെ സഹായം പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകാത്ത കാലത്ത് ഈ ജനങ്ങളോട് സ്നേഹമുള്ള ഏതൊരു ജനപ്രതിനിധിയും ചെയ്യുന്ന സ്വാഭാവിക കാര്യമാണ് ഞാൻ ചെയ്തത്. ഈ ജനപ്രതിനിധികളെല്ലാവരും ചെയ്തത്, ഈ സന്നദ്ധ സംഘടനകളെല്ലാവരും ചെയ്തത് അവർക്കൊരു ഇൻറ്റൻഷനേ ഉള്ളൂ, അവരുടെ നാട്ടിലെ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിച്ചു കൊടുക്കാൻ നമ്മൾ വഴി കഴിയണം. ഈ ഭരണം കൊണ്ട് മറ്റൊന്നും കഴിയുന്നില്ല. റേഷൻ ഷാപ്പ് പോലും അരിയില്ലാത്ത ഒരു കാലത്ത് ഒരു ലാപ്ടോപ്പ് പകുതി വിലക്ക്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലാപ്ടോപ്പിന് അപേക്ഷിച്ച കുട്ടികളുടെ കാര്യം. എങ്ങനത്തെ കുട്ടികളാണെന്നറിയോ? ഇവർ പലരും ഇവൻറ്റുകൾക്ക് ചോറ് വിളമ്പാൻ പോയ കുട്ടികളുടെ പൈസയാണിത്, കണ്ണീരുപ്പുള്ള പൈസയാണ്. എന്നിട്ട് ഈ കോടികൾ മുഴുവനും തട്ടിക്കൊണ്ടുപോയ ആളുകൾ ഇപ്പോഴും എന്തേ
ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരവാഹിയായിട്ടുള്ള അനന്തകുമാർ എന്ന സായി കേന്ദ്രത്തിൻ്റെ ചെയർമാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഒരു അനന്തകൃഷ്ണൻ മാത്രമല്ലല്ലോ, അവരുടെ ഭാരവാഹികൾ ഇപ്പോഴും നിർബാധം തിരുവനന്തപുരത്തൂടെ നടക്കല്ലേ. അവരെന്തിനാണ് മൂക്കിന് താഴെ ഉണ്ടായിട്ട് അവർ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ CPM-ൻ്റെ ആളുകൾ ഒത്താശ ചെയ്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി പരാതി കൊടുപ്പിച്ചു. ശരി, ആയിക്കോട്ടെ, എനിക്കതൊന്നും ഒരു ഭയവുമില്ല. കാരണം ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു MLA ആണ്. എനിക്ക് എൻ്റെ പാർട്ടി ധാരാളം മതി ഇത് പ്രതിരോധിക്കാൻ. എനിക്കൊരു പ്രയാസമില്ല. എനിക്ക് ശക്തമായൊരു മുന്നണിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മുന്നണിയും അതിൻ്റെ നേതാക്കളും ഇവിടെ മുഴുവൻ പേരും അണിനിരുന്നത് എന്താണെന്നറിയോ? ഈ മുഴുവൻ ശക്തിയും ഞങ്ങൾക്കിത് ധാരാളം മതി. പക്ഷേ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട സന്നദ്ധ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അവരെ കേസിൽ കൊടുക്കരുത്, അവരന്യായമായി പിന്നെ ഈ കേസിൻ്റെ ഭാഗമാക്കരുത്. അവരും നഷ്ടപ്പെട്ടവരാണ് എന്ന ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യം നമ്മുടെ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ മുദ്ര എന്ന് പറയുന്ന ഒരു ഏജൻസി ഇതിൻ്റെ ഭാഗമായതാണ് വലിയ കുഴപ്പമായിട്ട് കാണുന്നത്. ഇത് ഇവിടുത്തെ CPM-കാർക്ക് വലിയ അലോസരം ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഞങ്ങൾ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? LSS-ന് പഠിക്കുന്ന കുട്ടികളെ ഫ്രീ ആയിട്ട് ഞങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. USS-ന് പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പരിശീലിപ്പിക്കുകയാണ്. NMMS-ന് ഒരു നിയോജക മണ്ഡലത്തിനും ഇല്ലാത്ത അത്രയും എണ്ണം NMMS എന്ന സ്കോളർഷിപ്പ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അധ്യാപകർക്ക് ഇങ്ങനെ സ്കോളർഷിപ്പ് പോലും ഉണ്ട് എന്നറിയാത്ത കാലത്ത് ഞങ്ങൾ പ്രവർത്തിച്ച് ഇന്ന് ഓരോ കുട്ടിയുടെയും വീട്ടിലേക്ക് 1000 രൂപ വെച്ച് NMMS-ൻ്റെ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട്. NTSC സ്കോളർഷിപ്പിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ IAS അക്കാഡമി വരെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ്. ഇതാണ് അസ്വസ്ഥത. ഈ അസ്വസ്ഥതയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യാക്രമണത്തിനുമല്ല ഞാൻ ഇവിടെ വന്നത്. ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് വിധേയരായ ജനപ്രതിനിധികളെ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ല, എന്നെപ്പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല, എനിക്കെതിരെ എടുത്ത പോലെ കേസെടുക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ഫാബ്രിക്കേറ്റഡ് പരാതി കൊടുത്ത് കേസുകളുടെ എണ്ണം ജനപ്രതിനിധികൾക്ക് നേരെ തിരിച്ചുവിടാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. പോലീസും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രതിയുടെ പണം എവിടെ നിക്ഷേപിച്ചു അത് കണ്ടുകെട്ടി തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിന് മാത്രമാണ്. ഇതിനെ എൻഡോസ് ചെയ്ത ബഹുമാന്യനായ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ ഏകോപിപ്പിച്ച് നടത്തുന്നത്, ഇവിടെ ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എന്താണെന്നറിയോ? CPM-കാർക്ക് അലോസരം ഉണ്ടാവുന്ന സ്വപ്നമാണ്. ഇവിടുത്തെ ഏറ്റവും ദുർബലരായ മനുഷ്യർ അഭിമാനത്തോടെ അവരുടെ മക്കളുടെ വിജയങ്ങൾ ആഘോഷിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയാണ് മുദ്ര ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അങ്ങനെ വന്നാൽ ദുർബലരായ മനുഷ്യരെ നഷ്ടപ്പെട്ടാൽ പാർട്ടി ക്ഷീണിച്ചു പോകും എന്ന ആശങ്കയുള്ളത് കൊണ്ട് നിങ്ങളുടെ പാർട്ടിയിൽ കൊടിപിടിക്കാൻ ആളെ കിട്ടില്ല. ആളുകൾ വീണ്ടും കോർപ്പറേറ്റ് ലെവലിലേക്കോ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ലെവലിലേക്കോ ഔദ്യോഗിക രംഗത്തേക്കോ പ്രൊഫഷണൽ മേഖലയിലേക്കോ വന്നാൽ നാളെ നിങ്ങളെ കൊടി പിടിക്കാൻ ആളെ കിട്ടില്ല എന്ന ഭയാശങ്കയാണ്. ഞങ്ങളിവിടെ നിരവധിയായ സ്ത്രീകൾക്ക് ഹെൽത്ത് കാർഡ് കൊടുത്തു. ആർക്കാണ്? ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഏറ്റവും ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന നിരവധി വനിതകൾ നമ്മുടെ കൂടെ ഉണ്ട്. ആശാ വർക്കർമാരുണ്ട്, അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആയമാരുണ്ട്, അതുപോലെ നിരവധിയായിട്ടുള്ള വളണ്ടിയറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു പനി പിടിച്ചാൽ അവരെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനെ ഒരു സഹായം ഞങ്ങളിവിടെ ഏർപ്പെടുത്തി. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏർപ്പെടുത്തി. എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഇവിടെ കൊടുത്തു. ഈ പെരിന്തൽമണ്ണയിലെ 9 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ചേർന്ന് നിന്നു. എന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ടുമില്ലാതെ ഞങ്ങൾ നടത്തുന്നു. ഈ അക്കാദമിയുടെ കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇതൊക്കെയാണ് നിങ്ങളുടെ തലവേദന. ഈ തലവേദനയ്ക്ക് ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതുപോലെ ഇവിടെ പല ആക്ഷേപങ്ങളും പറഞ്ഞു. ഞാൻ ആ ആക്ഷേപങ്ങൾക്കൊന്നും ഇപ്പം മറുപടി പറയാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം മലപ്പുറത്തൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം, എൻ്റെ ഓഫീസ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓഫീസിലേക്ക് വന്ന മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ റെസിപ്റ്റ് കൊടുക്കാതെ പണം
വാങ്ങിയതല്ല, റെസിപ്റ്റ് കൊടുത്തതല്ലേ. ഒരു തട്ടിപ്പിന് ആരെ റെസിപ്റ്റ് കൊടുക്കുമോ? പിന്നെ 20,000-ന് 21,000 വാങ്ങിയെന്ന് പറഞ്ഞു. 21,000 മാത്രമല്ല, ലാപ്ടോപ്പിൻ്റെ സ്പെസിഫിക്കേഷനുകൾ എല്ലാം വ്യത്യസ്തമാണ്. 27,000-ൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ, നമുക്കറിയില്ലേ. ലാപ്ടോപ്പുകളെ ഡിസൈനിങ് കോഴ്സിന് പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് 35,000-ൻ്റെ ലാപ്ടോപ്പ് വേണം. എന്നുവെച്ചാൽ 70,000-ൻ്റെ ലാപ്ടോപ്പ് 35,000-ന്. 27,000-ന് ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഇരട്ടി എത്രയാണ്? 45 അല്ലേ, 54,000-ൻ്റെത്. 20,000-ൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അന്ന്. അവരാണ് ഞങ്ങൾക്ക് ഈ സർവീസ് സംവിധാനമൊക്കെ ഉപയോഗിച്ച് അവർ ഞങ്ങൾക്ക് ഇറക്കി തന്നു. ട്രാൻസ്പോർട്ട് ചിലവൊക്കെ അവരെടുത്തത്. പിന്നീട് അവരിതാ പറഞ്ഞു, അവരിതാ ഒരു സർക്കുലർ, ഈ സർക്കുലർ വന്നു. ഈ സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചിലവ് വഹിക്കാൻ കഴിയില്ല, അതുകൊണ്ട് നിങ്ങൾ മാറ്റിയിട്ടതാ. അവരെന്നെ തന്നാണല്ലോ 21,000. ഇതാ, ഞങ്ങൾക്കൊരു നയാ പൈസയുടെ ആവശ്യമില്ല. അങ്ങനൊരു അവനവൻ്റെ കീശയിൽ നിന്ന് പൈസ എടുത്ത് അഭിമാനപൂർവ്വം പൊതുപ്രവർത്തനം നടത്തുന്ന പാരമ്പര്യമുള്ള മുസ്ലിം ലീഗിൻ്റെ MLA ആണ് ഞാൻ. എനിക്ക് നക്കാപ്പിച്ച CPMകാർക്ക് അത് വലിയ കാര്യമായിരിക്കും, എനിക്കത് വലിയ കാര്യമല്ല. ഞങ്ങൾക്ക് ആ ശീലമില്ല. ഞങ്ങൾ ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കിങ്ങനെ ഈ പാവപ്പെട്ടവൻ്റെ കണ്ണീരിൻ്റെ വിലയുള്ള 1000 ഉറുപ്യ നക്കാപ്പിച്ച കമ്മീഷൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ അപമാനമല്ലേ? എന്നിട്ട് ഇതൊക്കെയാണ് വലിയ കാര്യം. ഞാനൊരു കാര്യം പറയാം, ഇത് ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ്. ഗവൺമെൻറ്റിൻ്റെ പല പരാജയങ്ങളെയും മൂടി വെക്കാൻ വേണ്ടി ഒരു MLA അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ചെയ്താലും ഞാൻ ഒരു ഇഞ്ച് പോലും ഇന്ന് തുടങ്ങി വെച്ച ഈ പ്രവർത്തനം എത്ര വലിയ ശത്രുവിൻ്റെ മുമ്പിലും അഭിമാനത്തോടെ നട്ടെല്ല് നിവർത്തി നിൽക്കും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് എന്നെ വേട്ടയാടാം, കാരണം ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പേരിലാണ് നിങ്ങൾ വേട്ടയാടുന്നത്. ഇപ്പം നോക്കൂ, CPMൻ്റെ ഒരു വനിത പരാതി കൊടുത്തു അല്ലേ? ഈ പരാതി കൊടുക്കാനിടയായ സാഹചര്യങ്ങൾ നോക്ക്. ഞങ്ങൾ കൊടുത്തത് നിഷ്പക്ഷമായിട്ടാണ് ലാപ്ടോപ്പ്. ഇനിയും CPMകാരെ കിട്ടും, കാരണം ഞങ്ങൾ അവരുടെ പാർട്ടി നോക്കിയിട്ടില്ല, ഞങ്ങൾ അവരുടെ മതം നോക്കിയിട്ടില്ല, ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ കക്ഷിത്തരം നോക്കിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരു പരാതിയും വരില്ലായിരുന്നു. 1000 പരാതി വരട്ടെ, CPMകാരെ മക്കൾക്ക് തന്നെ ഞങ്ങൾ ഇനിയും കൊടുക്കും. കാരണം അവരർഹരാണെങ്കിൽ, അവർ ഈ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാരാണെങ്കിൽ അവർക്ക് കൂടി ഉള്ളതാണ് ഞങ്ങളുടെ പ്രവർത്തനം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ ആശയമാണ് ഞങ്ങളുടേത്. ഇപ്പോൾ പരാതി കൊടുക്കാൻ ആളെ കിട്ടുന്നത് സൗജന്യമായി ഞങ്ങൾ ഇങ്ങനെ ഒരു കൊടുക്കുന്നതിൽ അവരെ ഉൾപ്പെടുത്തിയത് കൊണ്ടല്ലേ? ശരി, ഇത്രയും ബീഭത്സമായി എന്നെ വേട്ടയാടുന്നു. ആ വേട്ടയെ പ്രതിരോധിക്കാൻ എനിക്ക് എൻ്റെ പാർട്ടിയും മുന്നണിയും ധാരാളം മതി. പക്ഷേ ഒന്നുകൂടി എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്, ഗവൺമെൻറ്റിന് ഇതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ആത്മാർത്ഥത ഇല്ല എന്നത് വ്യക്തമാണ്. കാരണം ഒരു മന്ത്രി ഇത്ര എൻഡോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ എൻഡോസ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പിന്തുണ മാത്രം കൊടുത്തു പോകുന്നതല്ല, അദ്ദേഹം ഈ സർക്കാരിൻ്റെ പിന്തുണ കൊടുത്തിട്ടുണ്ട്. ഞാൻ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ളൊരു MLA അല്ലേ? ഈ എൻഡോസ്മെൻറ്റ് കിട്ടി എനിക്ക് ഇവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് ആളുകൾക്ക് സൗകര്യം കിട്ടാൻ ഞാൻ ശ്രമിച്ചത് എന്ത് കുറ്റമാണായിത്തീരുക? അപ്പോൾ ഞാൻ ചെയ്ത ക്രൈം എന്താണ്? ഞാൻ ഒരു നയാ പൈസ ഇതിൽ നിന്നെടുത്തോ? നിങ്ങൾക്ക് അക്കൗണ്ട് പരിശോധിക്കാമല്ലോ. അക്കൗണ്ടിലേക്ക് വന്ന മുഴുവൻ തുകയും ഈ പിന്നെ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടുള്ള അക്കൗണ്ടിലേക്ക് നേരെ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ മുഴുവൻ രേഖകളും ഇവിടെ ഉണ്ട്. അത് മുഴുവനും ഇവിടെ പരിശോധിക്കാവുന്ന രേഖകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമീപനം സർക്കാർ തുടരുകയാണെങ്കിൽ ഞങ്ങളിതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടും. ഇന്നലെ അത്യുജ്വലമായ പ്രകടനം യുവജനങ്ങളും UDFൻ്റെ നേതാക്കളും വളരെ ശക്തമായി യൂത്ത് ലീഗും എല്ലാം അണിനിരന്നുകൊണ്ട് നടത്തുകയുണ്ടായി. ഇത് എനിക്കെതിരെ നടന്ന ഒരു ആക്രമണത്തിനെതിരായിട്ടാണ്. ഈ തട്ടിപ്പെന്ന് പറയുന്നത് കേരളം മുഴുവനും വലവിരിച്ച് നടന്നൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കേണ്ടത് ഞങ്ങൾക്കെല്ലാവർക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തട്ടിപ്പുകാരിൽ നിന്ന് ഈ പണം വാങ്ങിയെടുക്കുന്നവരെ എല്ലാ നിയമ പോരാട്ടവും നടത്തും. അതോടൊപ്പം പെരിന്തൽമണ്ണയിലെ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ആർക്കെങ്കിലും എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഓഫീസിൽ വന്ന് പണം അടച്ചതിൻ്റെ പേരിൽ അത് നഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് വില കൊടുത്തും എത്ര സമയമെടുത്തിട്ട് വേണമെങ്കിലും അത് മുഴുവനും ഞാൻ ട്രസ്റ്റ് അംഗങ്ങളുമായിട്ടും പാർട്ടിയുമായിട്ടും ആലോചിച്ച് ഒരാളും അതിൽ ആശങ്കപ്പെടേണ്ട, അവരുടെ പണം തിരിച്ചു കിട്ടും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മുദ്ര വഴി ഈ ഒരു സംരംഭത്തിൽ
അല്ല, ഞാൻ പറയുന്നത് അത് നിയമപരമായി വാങ്ങാൻ എല്ലാ ശ്രമവും നടത്തും. ഇനി അവൻ്റെ കയ്യിൽ നിന്ന് നിരവധി, ഞാൻ പറഞ്ഞല്ലോ, ഇത് കണ്ണീരിൻ്റെ വിലയുള്ള പൈസ ആണ്. എൻ്റെ അടുത്ത് പല ആളും വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരു വീട്ടിലെ ജോലിക്ക് നിന്നുണ്ടാക്കിയ പൈസയാണ്. അതിന് ഉത്തരവാദിത്തം നമുക്കുണ്ട്, ആ ധാർമ്മിക ഉത്തരവാദിത്തം നമുക്കുണ്ട്. അത് സഹായിക്കാൻ ആളുകൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കാരണം ഇത്രയും സംവിധാനങ്ങളൊക്കെ പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ നടത്തിയത് ഒരു തട്ടിപ്പിൻ്റെയും പേരിലല്ല, ജനങ്ങളെടുത്തിട്ടുള്ള ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ്. നിങ്ങൾക്കറിയോ, ഈ സിവിൽ സർവീസ് അക്കാദമി ഉണ്ടാക്കുമ്പോൾ അവിടെ കല്ല് വെട്ടിയ തൊഴിലാളികൾ പോലും ഇങ്ങനെ ഒരു സംരംഭത്തിനാണെന്ന് അറിഞ്ഞിട്ട് പാതി വിലക്ക് കല്ല് തന്ന നാടാണിത്. അതുകൊണ്ട് നാട്ടുകാരെ കൂട്ടി, പാർട്ടിയെ കൂട്ടി, മുന്നണിയെ കൂട്ടി, ഇവിടുത്തെ നല്ല മനുഷ്യരെ കൂട്ടി ഈ കണ്ണീരുപ്പുള്ള മുഴുവൻ പണവും ഒരു നയാ പൈസ ഇല്ലാതെ ഞങ്ങൾ തിരിച്ചു കൊടുക്കും. ഞാൻ പറയട്ടെ, ഒരു സംഘടനയുടെ ഏറ്റവും വലിയ ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഓഡിറ്റിംഗ് ആണ്. മുദ്ര എന്ന് പറയുന്ന സംഘടനയ്ക്ക് 4 അംഗീകാരങ്ങളുണ്ട്. ഒന്ന് ATG, 2 12A. ഇത് രണ്ടും കിട്ടണമെങ്കിൽ 3 വർഷം തുടർച്ചയായി ഒരു പ്രശ്നവുമില്ലാത്ത ഓഡിറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് പരിശോധിക്കും, സംസ്ഥാന ഗവൺമെൻറ് പരിശോധിക്കും, സെൻട്രൽ ഗവൺമെൻറ് പരിശോധിക്കും. എന്നിട്ടാണ് നമുക്ക് ഈ അംഗീകാരം ലഭിക്കുക. ഈ അംഗീകാരം ലഭിച്ച ഒരു സംഘടനയാണ് മുദ്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് ആർക്കും, പത്രക്കാർക്ക് വേണമെങ്കിൽ തരാം. നിങ്ങൾ ഏത് ഓഡിറ്ററേയും കാണിച്ചോ. അതെ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു സംഘടന. മാത്രമല്ല, ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് ഇയറിൽ നമുക്ക് CSR ഫസ്റ്റ് സർട്ടിഫിക്കേഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ ഇനി വലിയ കമ്പനികളുടെ CSR അടക്കം ഞങ്ങൾക്ക് വാങ്ങാവുന്ന തരത്തിലേക്ക് മുദ്ര വലുതായി. ഇതൊക്കെയാണ് അസ്വസ്ഥത, ഇതൊക്കെയാണ് പ്രശ്നം. അതെ, സൊസൈറ്റി ആക്ട് പ്രകാരം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുത്ത 21,000 രൂപയുടെ റെസിപ്റ്റ് അല്ലെങ്കിൽ ഓരോന്നിനും കൊടുക്കുന്ന റെസിപ്റ്റിന് ആ റെസിപ്റ്റിനകത്ത് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നമ്പർ ഇല്ല. രജിസ്ട്രേഷൻ നമ്പർ സാധാരണ നമ്മൾ പറയാം, ഒരു ക്ലബിന്റെ പോലും ഒരു വാർഷികം നടക്കുകയാണെങ്കിൽ ഒരു സമ്മാന പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ ക്ലബിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതിന്റെ ഇയർ എല്ലാം അതിനകത്തുണ്ടായിരിക്കും. മുദ്രയുടെ രജിസ്ട്രേഷൻ നമ്പർ അതിനകത്തില്ല. മുദ്രയുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ആർക്കും ഒരു കോർപ്പറേറ്റ് സംവിധാനം എന്ന നിലക്ക് നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അടച്ചാൽ അല്ലല്ല, ഒരിക്കലല്ല, സാങ്കേതികമായിട്ടല്ല. വെബ്സൈറ്റ് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ഥാപന വിശ്വാസ്യതാണെന്ന് മനസ്സിലാവാൻ അതിന് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന സൊസൈറ്റി അല്ല, നമുക്ക് ഞാൻ പറയാം. ഞങ്ങളിപ്പോൾ ഇത് ഓഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞത് വാലിഡ് ആയ ഒരു പോയിന്റ് ആണെങ്കിൽ ഈ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. ഈ ഓഡിറ്റിങ്ങിനിടയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓഡിറ്റേഴ്സാണ് പറയാം. റെസിപ്റ്റിൻ്റെ മേലെ ഈ നമ്പർ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഒരു സംഘടനക്കും ഇല്ല. അത് വെക്കുന്ന സംഘടനകൾ ഉണ്ടാവാം, വെക്കാത്ത സംഘടനകൾ. അല്ല, ഓഡിറ്റിങ്ങിലാണല്ലോ നോക്കേണ്ടത്. അതെ, റെസിപ്റ്റിൽ ഓഡിറ്റിംഗ് മാത്രമല്ല, നിങ്ങൾ 10 ഉറുപ്പിന്റെ മൊട്ടുസൂചി വാങ്ങിയെങ്കിൽ പോലും ഓഡിറ്റിങ്ങിന് വരൂലേ? അല്ല, ഞങ്ങൾ മുദ്ര വഴി ഇവരുമായിട്ട് ചേർന്ന് നടത്തിയ പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞത്. അതെ, അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ വായിച്ചിരുന്നു. അല്ലല്ല, ഇത് കൊടുത്തു, ഇത്രയും എണ്ണം കൊടുത്തു. ഇനി 316 എണ്ണം കൊടുക്കാനുണ്ട്. അല്ല, ഞാൻ പറയട്ടെ 316 എണ്ണം. അതിൽ ഞങ്ങളിത് പരിശോധിക്കുമ്പോഴാണ് വിചിത്രമായ കാര്യം അറിയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് സോഷ്യൽ മീഡിയയിലാണ് ഞങ്ങൾ ഇട്ടത്. അപ്പോൾ അപേക്ഷിച്ച അപേക്ഷകരിൽ മഹാഭൂരിപക്ഷവും പുറത്തുനിന്നുള്ള അപേക്ഷകരാണ്. കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. അവർ ഈ അപേക്ഷ കണ്ട് നമ്മുടെ ഓഫീസിൽ വന്ന് അപേക്ഷ തന്നതാണ്. പക്ഷെ പെരിന്തൽമണ്ണയിൽ നിന്ന് അപേക്ഷിച്ച 174 പേരേ ഉള്ളൂ. എല്ലായിടത്തും ഇത് നിങ്ങൾ നോക്കൂ. ഒറ്റപ്പാലത്ത് പ്രേംകുമാർ നന്നായി നടത്തി, പ്രതിഭയുടെ മണ്ഡലത്തിൽ നന്നായി നടത്തി. നമ്മുടെ ബഹുമാന്യായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവർ ഉദ്ഘാടനം ചെയ്ത പരിപാടി ഉണ്ടല്ലോ. അതുപോലെ ഞാൻ പറയുന്നത് ഈ മന്ത്രിമാരോ MLA മാരോ ആരും ഇതിൽ ഒരു തട്ടിപ്പിന്റെ പരിപാടിയായിട്ട് പോയതല്ല. അവരെ മണ്ഡലത്തിലേക്ക് ഇപ്പൊ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ, നമ്മളെ മണ്ഡലത്തിലേക്ക് ഒരു കാര്യം കൂടി കൊണ്ടുവരാന്നല്ലേ എല്ലാ ജനപ്രതിനിധിയും ആഗ്രഹിക്കുക. അങ്ങനെ ആഗ്രഹിച്ച് മാത്രം അവർ ചെയ്തതാണ്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാനല്ല, ഈവൻ ശിവൻകുട്ടി മിനിസ്റ്ററെ പോലും ബ്ലെയിം ചെയ്യാനല്ല ഞാനിത് പറഞ്ഞത്. ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല.
ഇത് ഞാൻ അറിയാത്ത പോലെ തന്നെയല്ലേ അവരുടെ കാര്യവും. അപ്പൊ സ്വാഭാവികമായും ഇതിൽ പെട്ടുപോയ ആളുകളാണ് ഞങ്ങളൊക്കെ. ഇതിന്റെ വിക്ടിംസാണ്. വിക്ടിംസിനെ വേട്ടയാടുന്നത് എന്ത് രാഷ്ട്രീയമാണ്? അത് രാഷ്ട്രീയമാണെന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഞാൻ താങ്കൾക്കൊരു പണം തന്നു, താങ്കൾ വേറൊരാൾക്ക് കൊടുത്തു, ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ താങ്കൾ ആർക്ക് കൊടുത്തോ അല്ലെങ്കിൽ താങ്കൾ ആർക്ക് കൊടുത്തില്ല എന്നുള്ള വിഷയം താങ്കളാണ് പ്രതികരിക്കപ്പെടുക. അല്ല, അങ്ങനല്ല. ഇത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. ഇവർക്ക് കൊടുത്തൊരു നോട്ടീസ് ഉണ്ട്. കൃത്യമായി അവരത് വായിച്ചിട്ടാണ് അതിൽ ഒപ്പിടുന്നത്. ആ ഒപ്പിടുന്ന കാര്യത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, നാഷണൽ NGO കോൺഫെഡറേഷന് വേണ്ടി നമ്മുടെ ഓഫീസ് വഴി സമർപ്പിക്കുന്ന ഒരു അപേക്ഷയാണിത്. ഈ അപേക്ഷ മുഴുവനും നാഷണൽ കോൺഫെഡറേഷൻ ആണ് കൊടുക്കുന്നത് എന്ന് ഒപ്പിട്ട് അവർ അപേക്ഷ തന്നിട്ട്, ഏറ്റവും രസകരമായ കാര്യം നിങ്ങൾ കേൾക്കണം, അതിൽ എന്നെ കൂട്ടുപ്രതിയാക്കിയതല്ല, എന്നെ മാത്രം പ്രതിയാക്കിയതാണ്. അപ്പൊ ഓക്കെ, അതിന്റെ പൊളിറ്റിക്കൽ ഇന്റൻഷൻ ആർക്കും മനസ്സിലാവും. വളരെ ക്ലിയർ ആണ്, ഒരു പ്രയാസവും ഇല്ല. ഒരു നയ എന്താണ് പ്രശാന്ത്, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഇത് നോക്കൂ, ഇവരെല്ലാവരും ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇത് ആർക്കും പരിശോധിക്കാവുന്ന ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, നിങ്ങൾക്ക് 3 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ തരാം. നിങ്ങൾ ഏറ്റവും മികച്ച ഒരു ഓഡിറ്റർ എടുത്ത് കാണിക്കൂ. ഇതിൽ ഒരു പൈസയുടെ ഇടപാട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2ാമത്തെ വർഷം ATG എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ കിട്ടൂല. ഇത് മുഴുവനും ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഇവിടെ ഇപ്പം ഇത് ഒരു കാര്യം കൂടി പറയാം, ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഇപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസിന് പഠിക്കുന്ന 30ഓളം കുട്ടികൾ, അല്ല മനസ്സിലായി, 30ഓളം കുട്ടികൾ ഇവിടെ താമസം ഞങ്ങൾ കൊടുക്കുകയാണ്, ഭക്ഷണം ഞങ്ങൾ കൊടുക്കുകയാണ്, അവർക്ക് ഏറ്റവും നല്ല ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഓഫീസിൽ നിന്ന്. എന്നിട്ട് അവരവിടെ താമസിപ്പിച്ച് ഈ കോളനികൾ മുഴുവനും, കോളനി നമ്മൾ പറയാൻ പാടില്ല, ഞങ്ങൾ സദ്ഗ്രാമങ്ങളാക്കുകയാണ്. അവിടെ മുഴുവൻ അവർ സർവേ ചെയ്തു. 358 പിന്നെ സദ്ഗ്രാമങ്ങളിൽ അവർ സന്ദർശിച്ചു. 2770 പിന്നെ വീടുകൾ അവർ കണ്ടു. ഇപ്പോഴും ഞെട്ടിക്കുന്ന കാര്യം, ഒരുപാട് ടോയ്ലറ്റുകൾ പോലും ഇല്ലാത്ത ഒരുപാട് സദ്ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. ഇങ്ങനത്തെ ഒക്കെ പഠനം നടക്കുന്ന ഒരു മണ്ഡലമാണിത്. MSWന്റെ നിരവധി കോളേജുകളിലെ, ഇപ്പോൾ സെന്റ് മേരീസ് കോളേജിലെ MSW ബാച്ച്, സൈക്കോളജിക്ക് പഠിക്കുന്ന നിലമ്പൂരിലെ കുട്ടികൾ, അവരൊക്കെ ഈ ഓഫീസ് ഒരു ഇന്റേൺഷിപ്പിന്റെ കേന്ദ്രമായിട്ട് വരികയാണ്. നമ്മൾ നടത്തുന്ന പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് അവർ ഇന്റേൺഷിപ്പ് ചെയ്യുകയാണ്. അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു, താമസം കൊടുക്കുന്നു, സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ ഒരു വലിയ പ്രോജക്റ്റായി നമ്മൾ ചെയ്യുമ്പോൾ കല്ലെറിഞ്ഞ് തകർക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊക്കെ തകർക്കുക, തരിപ്പണാക്കുക, ഇത് CPMന്റെ ആശയം അതാണ്, അവരാവശ്യം അതാണ്. അവർക്കിതൊക്കെ ഇല്ലാതാവണം. അങ്ങനെ ഇല്ലാതാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനവർ കൂട്ടിയാൽ കൂടൂല എന്ന് മാത്രമേ എനിക്ക് പറയാം. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരുന്നു. ഈ സൈനാണ് ഈ ഒരു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. അങ്ങയുടെ പഴയ സുഹൃത്തു കൂടിയാണ്, അങ്ങയുടെ IAS ഒക്കെ വരുന്ന ക്ലാസ് എടുത്ത വ്യക്തി കൂടിയാണ് സർ. അദ്ദേഹം ഈ പ്രതിഷേധ പ്രവർത്തനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് ഈ കൊടുവള്ളി ഗ്യാങ്ങിന്റെ മെമ്പറാണ്. ഈ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫണ്ട് വരുന്നത് കൊടുവള്ളിയിൽ നിന്നാണ്. അല്ല അനുമോദം, ഒരൊറ്റ കാര്യം അദ്ദേഹം ചെയ്യട്ടെ, ഇതൊക്കെ ഇങ്ങനെ ആകാശത്തേക്കായിരിക്കും വെടിവെക്കാം. ഇവിടെ ഈ പൈസ തന്നതിൽ ഒരു കൊടുവള്ളി എന്നുള്ള ഒരാളുണ്ടെങ്കിൽ, കൊടുവള്ളിയിൽ നിന്ന് 1 ഉറുപ്പ്യ കിട്ടിയത് എനിക്ക് ഓർമ്മയില്ല, 1 രൂപ ഞാൻ പിരിക്കാൻ പോയിട്ടുമില്ല. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള, കാരണം ഇതേ അബദ്ധം ഞങ്ങൾക്കും പെടും. ഏതെങ്കിലും ആരുടെങ്കിലും കയ്യിൽ നിന്ന് സംഭാവന വാങ്ങിയിട്ടല്ല ഞങ്ങളിത് നടത്തുന്നത്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് CSR ഫണ്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വല്ല പിരിവും നടത്തുന്നുണ്ടോ? പെരിന്തൽമണ്ണയിൽ ഞങ്ങൾ വല്ല പിരിവും നടത്തിയിട്ടുണ്ടോ? അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന 5ഓ 6ഓ ആളുകൾ മാത്രമേ ഈ പെരിന്തൽമണ്ണയിൽ നിന്ന് ഞങ്ങൾ നടത്തുന്ന പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ടുള്ളൂ. അതും CSR ഫണ്ടാണ്. ഇതൊക്കെ ആർക്കും എന്തും പറയാലോ. ബാങ്കിലല്ലാതെ കാശ് മേടിച്ചിട്ടുണ്ടോ? പരാതിയിൽ അങ്ങനെയാണ് കണ്ടത്. ഞാൻ പറയാം. നമ്മളടുത്തേക്ക് ക്യാഷുമായിട്ട് ആളുകൾ വന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ക്യാഷ് വാങ്ങില്ല. കാരണം അത് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുത്ത ഓർഡറാണ്. കാരണം നമുക്ക് ഇൻവാർഡ്സും ഔട്ട്വാർഡ്സും നമ്മൾ കംപ്ലീറ്റ് ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ക്യാഷുമായിട്ട് വന്ന ആളുകളോട്, ഇപ്പം ഞങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് ആലിപ്പറമ്പിലുള്ള കോൺഗ്രസിൻ്റെ ഒരു ബൈക്കിന് വേണ്ടിയിട്ട് വന്നു. ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ അക്കൗണ്ട് വഴി അയച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടിക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് വഴി അയച്ചോ.
എന്നാലും ഞങ്ങൾ അക്കൗണ്ട് വഴിയെ സ്വീകരിക്കും. ഇവർ കൊണ്ടുവന്ന ക്യാഷും അവരെ ബന്ധുക്കളുടെ അക്കൗണ്ട് വഴി അയക്കാനല്ലാതെ ഇത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ക്യാഷ് അങ്ങനെ സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ ക്യാഷ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ വന്ന പൈസയും പോയ പൈസയും ടാലിയാവുക? ഇതൊക്കെ എന്തും പറയാലോ. ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുന്നതിന് വല്ല ലൈസൻസും വേണോ, വല്ല തെളിവും വേണോ? ഈ നാഷണൽ NGO കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ട എമൗണ്ട് ഉണ്ടല്ലോ, അത് മുദ്ര വഴി പോലുള്ള ചാരിറ്റി ഫെഡറേഷൻ പോലെ ആവണമെന്ന് നിർബന്ധം. അതാണ് അവര് പറഞ്ഞത്. അവരിപ്പോ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ NGOകളെ മുഴുവനും പറ്റിച്ചു. അപ്പൊ പറ്റിക്കപ്പെട്ടതിലെ ഒന്നാമത്തെ കക്ഷി കേരളത്തിലെ NGOകളാണ്. ഇതിന്റെ വിക്ടിംസ് കേരളത്തിലെ NGOകളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മീഡിയനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഈ NGOകളെ നമ്മൾ തകർക്കരുത്. കാരണം അവരിതിൽ പ്രതികളല്ല. നമ്മളൊക്കെ നാട്ടിൻപുറത്ത്, നിങ്ങളൊക്കെ തന്നെ ചിലപ്പം പല NGOയിലും ഭാഗമായിരിക്കും. അവരൊക്കെ എത്ര വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒരു ഗവൺമെന്റും ചെയ്യാൻ കഴിയാത്ത എത്ര കാര്യങ്ങളാണ് NGOs ചെയ്യുന്നത്. നാളെ അവർക്ക് ആളുകളുടെ മുമ്പ് പോകാൻ പറ്റുമോ? ഇപ്പൊ തന്നെ എത്ര വാർഡ് മെമ്പർമാരാണ് വിളിക്കുന്നതെന്നറിയോ? അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല. അവരൊരു നയാ പൈസ ഇതിലെടുത്തിട്ടില്ല. അന്ന് നാട്ടിലൊരു ക്ലബ്ബ് ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബില്ലേ, ആ ക്ലബിന്റെ പേരിലാണ് അവർ പൈസ അയച്ചത്. ആ വാർഡ് മെമ്പറാണ് അതിൽ കക്ഷി ചേർത്തത്. എന്നിട്ട് ആ വാർഡ് മെമ്പർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇത് വല്ലാത്തൊരു പ്രശ്നമല്ലേ? ആർക്കെങ്കിലും പരിഹരിക്കാൻ കഴിയോ? ഇതിപ്പോ ഞങ്ങൾ ഇത് എന്തുകൊണ്ട് ധാർമ്മികമായി ഏറ്റെടുക്കുന്നു? ഞാൻ ഇതിന്റെ കണ്ണീരിന്റെ വില മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് വില കൊടുത്തു, എനിക്ക് എന്ത് വ്യക്തിപരമായ നഷ്ടങ്ങൾ പറ്റിയിട്ടാണെങ്കിലും കുറച്ച് സമയം എടുക്കേണ്ടി വരും. ഞങ്ങൾ അതെല്ലാവരോടും സംസാരിച്ചു. ഞങ്ങളടുത്ത് അപേക്ഷിച്ച മുഴുവൻ ആളുകളോടും ഞങ്ങൾ സംസാരിച്ചു. അവരെല്ലാം സഹകരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ മാക്സിമം ഇവന്റെ കയ്യിൽ നിന്നാണ് പണം വാങ്ങേണ്ടത്, അത് ഗവൺമെന്റിന്റെ സംവിധാനമാണ് ഉപയോഗിക്കേണ്ടത്, അതെല്ലാം ഉപയോഗിക്കും. നിയമ പോരാട്ടം നടത്തും ഏതറ്റം വരെ. എനിക്ക് അതിനെ പറ്റി അറിയില്ല. കാരണം ഇന്ന് പറയുന്നു 1000 കോടി എന്നൊക്കെ പറയും. അല്ല, ഇവിടെ 1,80,00,000 ട്രാൻസാക്ഷൻ നടന്നു. അല്ലല്ല 34 എണ്ണമാണ് പറഞ്ഞത്, സ്കൂട്ടറിന്റെ എണ്ണം അല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം പെരുന്തമണ്ണയെന്നല്ല. ഞങ്ങൾ വിചാരിച്ചത് ഈ ഓഫീസ് വഴി വന്ന പൈസ എല്ലാം പെരുന്തമണ്ണയെന്നാണ്. പക്ഷെ ഇതെല്ലാം ഓരോരുത്തരുടെ റഫറലായി. അതിന്റെ രസം എന്താ അറിയോ? ഈ കിട്ടിയ ആളുകൾ, നമ്മളിപ്പോ ഈ കിട്ടിയ ആളുകളുടെ പേര് പറഞ്ഞല്ലോ, ഈ കിട്ടിയ ആളുകൾ അവരെ പല ദൂരത്തുള്ള ബന്ധുക്കളോടും പറഞ്ഞു, ഞങ്ങൾക്ക് ബൈക്ക് കിട്ടി പകുതി പൈസക്ക്, ഞങ്ങൾക്ക് ലാപ്ടോപ്പ് കിട്ടി, ഞങ്ങളെ കുട്ടിക്ക് കിട്ടി. നിങ്ങൾക്കറിയോ, ഇതിൽ പല കുട്ടികളും ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിന് പഠിക്കുന്ന കുട്ടികളാണ്. വാടകയ്ക്ക് ഇപ്പോൾ ഒരു രക്ഷിതാവ് എന്നെ വിളിച്ചു, വാടകയ്ക്ക് 250 രൂപ അല്ല 2500 രൂപ ഒരു മാസത്തെ വാടകയ്ക്കെടുത്ത് ഒരു കോഴ്സിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് പൈസ അടിച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കണ്ടേ? നമുക്ക് ഈ തട്ടിപ്പുകാരെ കാത്തിരിക്കാൻ പറ്റുമോ? ഇതാണ് സ്ഥിതി. അതെ, അല്ലല്ല, ഇനി കിട്ടാനുള്ള പെൻഡിങ്. പക്ഷെ ഇതില് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റ് ഇതിൽ നന്നായി ഇടപെടുകയാണെങ്കിൽ, പോലീസ് നന്നായി ഇടപെടുകയാണെങ്കിൽ ഇവർക്ക് കുറെ സ്വത്ത് വാങ്ങിക്കൂട്ടിയെന്നാണല്ലോ ഇപ്പൊ മാധ്യമങ്ങളിലെ വാർത്തയാണ്. എന്തോ അല്ല അറിയില്ല, അല്ല ഇവർക്ക് സ്വത്തുണ്ടെങ്കിൽ എനിക്കറിയില്ല, ആർക്കൊക്കെ കൊടുത്തു ഒന്നും അറിയില്ല. നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മന്ത്രിമാരൊക്കെ പോയത് ഇവരൊരു പരിപാടിക്കാണ്. നാഷണൽ NGO കോൺഫെഡറേഷന്റെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇവരുടെ കൂടെ ഒരു വേദി ഞാൻ പങ്കിട്ടിട്ടില്ല. ഇവരെ കമ്മിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് എനിക്കോ എന്റെ സംഘടനക്കോ ഇല്ല. എന്നിട്ട് എന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. നമുക്ക് അവസാനിപ്പിച്ചൂടെ? അല്ല, ശരിക്കും അല്ല, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാ. അതേപോലെ മുദ്രയ്ക്ക് സാമ്പത്തികമായിട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ത് ചോദ്യമാണ്? ഞങ്ങൾ പൈസ പോയിട്ട് ഇവിടെ ബേജാറായിട്ട് കുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് എവിടുന്ന് പൈസ ഒരു നയാ പൈസ ഞങ്ങൾക്ക് ഞാൻ അതിലേക്ക് അല്ല. എന്തായാലും അങ്ങനത്തെ വയ്യാവയിലൊക്കെ എടുത്തു വെച്ചാൽ CPIM അത് അനുഭവിക്കേണ്ടി വരും. കാരണം ഇവിടുത്തെ CPIM അത് ഞാൻ അത്രേ പറയുള്ളൂ. അതെ അതെ, എനിക്കൊരു ബന്ധമില്ല, ഞാൻ അതിൽ അംഗമല്ല. ഞങ്ങളുടെ നാട്ടിൽ 25 കൊല്ലമായിട്ട് FCRA വരെയുള്ള ഏറ്റവും പ്രശസ്തമായ ക്ലബ്ബായിരുന്നത്. ഞാനൊക്കെ അതിൽ പ്രചോദനം കൊണ്ടിട്ടാണ് NGO എന്ന് പറയുന്ന സാധനം മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ അതിൽ മെമ്പറല്ല. പക്ഷെ അത് ഇല്ല, ഞങ്ങൾ ആലോചിക്കട്ടെ. അത് ആലോചിച്ച് എന്തായാലും ഞങ്ങൾ ആളുകളെ നിരാശപ്പെടുത്താതെ പരമാവധി
കുറേ ആളുകളൊക്കെ സഹായിക്കേണ്ടി വരും. നിങ്ങളെ മീഡിയ ഒക്കെ സഹായിക്കണം അതിൽ. കാരണം ഇത് തിരിച്ചു കൊടുക്കാൻ നമ്മളൊക്കെ നിങ്ങളൊക്കെ സഹായം വേണം. CSR ഫണ്ട് ഇത് തട്ടിപ്പാണെങ്കിലും CSR ഫണ്ട് നന്നായിട്ട് കൊടുക്കുന്ന കമ്പനികളും ഉണ്ട്. അവരുടെയൊക്കെ സഹകരണത്താണ്. പക്ഷെ ഇതിലെന്താണെന്നറിയോ, ഇതിലിപ്പോൾ മൊത്തം ഉണ്ടായ ഒരു പ്രശ്നം ഈ സ്കാം നമ്മൾ ഒരുപാട് പാവപ്പെട്ടവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെയാണ് ബാധിക്കാൻ പോകുന്നത്. ഈ ഒരു തട്ടിപ്പോട് കൂടി സംഭവിക്കാൻ അതിൽ നിൽക്കൂല. ഇപ്പൊ എല്ലാവർക്കും വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അല്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മന്ത്രിന്റെ ജാഗ്രത എന്താ? മന്ത്രിയെ പോയി ഉദ്ഘാടനം ചെയ്തതല്ല. അല്ലല്ല ഓഫീസിൽ ആളുകളെ വിളിച്ചു വരുത്തി അപേക്ഷ വാങ്ങി. കേരളത്തിലെ MLA ചെയ്തിട്ടില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തിട്ടില്ല, ഒരു ജനപ്രതിനിധി ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിരവധി ഉണ്ട്. അവരെ സ്വന്തം ഓഫീസിൽ വെച്ച് അവരെ സ്വന്തം അല്ല ഞാൻ പറയട്ടെ ഷംസു ഇതില് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഓഫീസ് ഇതിനു വേണ്ടി വിട്ടുകൊടുക്കണമെങ്കിൽ എനിക്കൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യോ. രണ്ടാമത്തത്, നമ്മളെ മന്ത്രി പറഞ്ഞൊരു വാക്കുകൾ കേട്ടോ, ഞാൻ നിങ്ങൾക്ക് വീഡിയോ തരാം. അതിൽ മന്ത്രി പറയുന്ന ഒരു കാര്യം, എല്ലാ NGOകളെ പോലെ അല്ല ഈ NGO കോൺഫെഡറേഷൻ. നിങ്ങൾ വിശ്വസിക്കൂ, ഇത് ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്യുന്നു. എൻ്റെ പിന്തുണ മാത്രമല്ല, ഇത് കേരള ഗവൺമെന്റ് ഒരു പുതിയ മിഷൻ പോലെയാണ് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു മന്ത്രി. എനിക്ക് വിശ്വസിച്ചൂടെ? മന്ത്രിയെ എനിക്ക് വിശ്വസിച്ചൂടെ? അപ്പം എൻ്റെക്കാൾ വലിയ പ്രതി ആരാണ്? ഞാൻ ആ മന്ത്രിയെ കണ്ടിട്ടാണ് പൈസ കൊടുക്കുന്നത്. അതാണ് ശരി. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ശരി എന്നാ ശരി. ഞാൻ ആവശ്യത്തിലധികം സംസാരിച്ചിട്ടുണ്ട്. ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഇതാ പോസ്റ്റർ ഉണ്ട്. അപ്പൊ താങ്ക് യു. എല്ലാവർക്കും ചായ കഴിച്ചിട്ടാ പോകെ.